ഇതാണ് ഞങ്ങളുടെ ദഗുപ്പൻ സിറ്റി. ദഗുപ്പൻ സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടാലോ. കമോൺ ഫോളോ മീ. ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ടല്ലോ രാവിലെ തന്നെ അല്ലേ? അങ്ങനല്ല നിങ്ങളിപ്പോൾ ചിന്തിച്ച് നോക്കാം. മാബു ഹായ് ഫിലിപ്പീൻസ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫിലിപ്പീൻസിൻ്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിഷ് മാർക്കറ്റായ ദഗുപ്പൻ സിറ്റിയിലെ ഫിഷ് മാർക്കറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റീൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ മനോഹരമായിട്ടുള്ള ഫിഷ് മാർക്കറ്റ് ഉള്ളത്. ഇവിടെ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇവിടെ എല്ലാം കിട്ടും. ഇത് ഫിഷ് മാർക്കറ്റ് ആണെങ്കിൽ കൂടി ഇവിടെ അരി വിൽക്കുന്ന കടകൾ കാണാം, നമുക്ക് ബേക്കറി കാണാം, അതുപോലെ പണയം വെക്കുന്ന ഷോപ്പുകൾ കാണാം, ചെറിയ ചെറിയ തട്ടുകടകൾ കാണാം, ഇറച്ചി വെക്കുന്ന ആൾക്കാരെ കാണാം. അങ്ങനെ ഒരുപാട് കടകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ദഗുപ്പൻ ഫിഷ് മാർക്കറ്റ്. ഈ ഫിഷ് മാർക്കറ്റിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായിട്ട് വിൽക്കുന്നതും ബങ്ങൂസാണ്. ബങ്ങൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് ഫിഷ്. നമ്മുടെ നാട്ടിൽ ഇതിന് ഭൂമി എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബങ്ങൂസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വളരെയധികം ജീവനായിട്ടുള്ളൊരു ഫിഷാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതും ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതും ഈ ബങ്ങൂസ് ഫിഷിന് തന്നെയാണ്. പിന്നെ ഒരുപാട് ഇതുപോലെ ജീവനുള്ള ഞണ്ടുകളും ചെമ്മീനും പല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ചാനോസ് എന്നാണ് ഈ ബങ്ങൂസിൻ്റെ ശാസ്ത്രീയ നാമം. മിൽക്ക് ഫിഷ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ശരിക്കും ഈ ദഗുപ്പാൻ അറിയപ്പെടുന്നത് തന്നെ. അത്രയധികം പ്രത്യേകതയുള്ള ഒരു മത്സ്യമാണ് ഈ മിൽക്ക് ഫിഷ്. ഇതിനെ പലവിധ വിഭവങ്ങളുണ്ടാക്കി ഫിലിപ്പീൻസിൻ്റെ തന്നെ പല ഭാഗങ്ങളിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഹബ്ബാണ് ദഗുപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇത് കണ്ടോ, ലോബ്സ്റ്റർ. നമ്മുടെ നാട്ടിൽ ഫിഷ് മാർക്കറ്റിൽ കാണാത്ത പലതരം മീനുകളും നമുക്കിവിടെ കാണാം. നാട്ടിലെ പൈസയൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ വളരെ വിലക്കുറവാണ് ഈ ഫിഷ് മാർക്കറ്റിൽ വന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ. പിന്നെ ഈ കാണുന്ന തട്ടിൽ ഇങ്ങനെ ചെമ്മീനൊക്കെ പിടിച്ചു പോകുന്ന ചേച്ചീനെ കണ്ടോ? ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിന് തൂക്കമോ കാര്യങ്ങളൊന്നുമില്ല. ആ ഷീറ്റിൻ്റെ അടിയിൽ കല്ലൊക്കെ ഇട്ട് ഉയർത്തിയിട്ട് നമ്മൾ ചെമ്മീൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഒരുപാടുള്ള പോലെയൊക്കെ തോന്നും. നമ്മൾ വലിയ വിലയൊക്കെ കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ആകെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു കവറിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് കാണാം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്ക് തൂക്കിയൊക്കെ വാങ്ങിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഫിലിപ്പീൻസിൽ വരികയാണെങ്കിൽ ഈ ദഗുപ്പൻ സിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിൻ്റെ ഫിഷ് മാർക്കറ്റ് എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഒരിക്കലും അത് എന്താ പറയുക മിസ് ചെയ്യരുത്. അത്രയും നല്ല അടിപൊളി സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഫിഷ് മാർക്കറ്റിലൂടെ നടക്കുന്ന ഒരു വേറെ തന്നെ ഒരു വൈബാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഫിഷ് മാർക്കറ്റ്. ഇത് 24 hours ഇവിടെ വർക്കിംഗ് ആണ്. നമുക്ക് കാണാം രാത്രി ഈ ബങ്ങൂസ് പിടിച്ച് അവർ കൊണ്ടുവരുന്നതും ലോഡ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നത് ദഗുപ്പാനെ ചുറ്റിപ്പറ്റി കുറേ ഐലൻഡുകളുണ്ട്, കുഞ്ഞു ദ്വീപുകൾ. അവിടെയുള്ള ആൾക്കാരാണ് ഈ വരുന്നത്. അവർ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ മനിലയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ ബോട്ടിൽ കയറിയിട്ട് ദഗുപ്പാനിൽ വന്നിറങ്ങണം. എന്നിട്ട് വേണം അവർക്കുള്ള എന്ത് സാധനം മേടിച്ചിട്ട് ഈ ദ്വീപിലേക്ക് തിരിച്ചു പോകാൻ. അങ്ങനെയുള്ള ദ്വീപവാസികളാണ് ഈ ദഗുപ്പാനിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവരുടെ കാര്യം ആലോചിച്ചാൽ മഹാ കഷ്ടമാണ്. എന്തെങ്കിലും എമർജൻസി കേസൊക്കെ ഉണ്ടെങ്കിലും അവരിങ്ങനെ തന്നെ ഇവിടെ ദഗുപ്പാനിലേക്ക് വരണം, ഇങ്ങനെ തന്നെ വരണം. പാലമുണ്ട് എന്നെങ്കിൽ കൂടി എന്താ പറയുക, നമ്മളിങ്ങനെ വട്ടം ചുറ്റിയൊക്കെ വരണം എന്ന് പറയില്ലേ, ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്താലേ ഈ ഐലൻഡിലേക്ക് റോഡ് മാർഗ്ഗമൊക്കെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം അല്ല എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വരണം. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഞാനിങ്ങനെ ഇതുവഴി എപ്പോഴും നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദഗുപ്പാനിലെ ഫിഷ് മാർക്കറ്റ്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളും ഈ വിലക്കുറവും പിന്നെ നമ്മുടെ നാട്ടിലെ ഫിഷൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യലാണ് എൻ്റെ പ്രധാന പണി. അതിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ഒരു സാധനം കണ്ടു. ഈ കാണുന്ന പച്ച നിറത്തിൽ കണ്ട ഒരു സാധനം കണ്ടോ? ഇതൊരു തരം പായലാണ്. ഇവരിതിന് സീ ഗ്രേപ്സ് എന്നൊക്കെയാണ് പറയാറ്, ലാറ്റോ എന്നൊക്കെ പേര് പറയാറുണ്ട്. ഇത് എന്താ പറയുക, നമ്മുടെ സാലഡിൽ ഒക്കെ ഡയറക്റ്റായിട്ട് തന്നെ ഇവർ മുറിച്ച് ചേർക്കും. വളരെ രുചികരമായിട്ടുള്ളൊരു സാധനമാണെന്നാണ് പറയാറ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും ഇത് അവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഇത് നോക്കിയാൽ പല നിറത്തിലുള്ള നമ്മൾ കളർ മീൻ എന്നൊക്കെ വിളിക്കുന്ന പോലത്തെ ഒരുപാട് മീനുകൾ, വലിയ നീരാളി, ഒക്ടോപസൊക്കെ ഉണ്ട്, സ്ക്വിഡ്, കൂന്തൾ, ഒരുപാട് മത്സ്യങ്ങളൊക്കെ
എന്താ പറയുക, നമ്മളെ നാട്ടിൽ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങളില്ലേ, അത് ഇവിടുത്തെ ഈ കൊച്ചു മാർക്കറ്റിൽ കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ഈ കാണുന്നത് ബങ്ങൂസ് വെച്ച് ഉണ്ടാക്കിയ കുറേ വിഭവങ്ങളാണ്. ഞാൻ വിചാരിച്ചതേ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ മാത്രമായിരിക്കും ഈ ഉണക്കമീനൊക്കെ തിന്നുന്ന ആൾക്കാരുള്ളൂ എന്നാ. ഇവിടെ ഈ കണ്ടോ, ഈ ഇടവും വലം ഉള്ളത് മുഴുവൻ എന്താ പറയുക ഉണക്കമീൻ മാത്രം വിൽക്കുന്ന ഷോപ്പുകളാണ്. അതിൽ എത്ര വൃത്തിയായിട്ടാണ് ഈ ഉണക്കമീനൊക്കെ വിൽക്കുന്നതെന്ന് നോക്കിയാൽ. വലിയ പറയത്തക്ക മണോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. കൂന്തള്, പിന്നെ എന്താ പറയുക, നമ്മളിതുവരെ കണ്ട് പരിചയമില്ലാത്ത ഒരുപാട് മീനുകൾ അവരിതുപോലെ ഉണക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീനുകൾ, ഈ ബങ്ങൂസിൻ്റെ തന്നെ കുഞ്ഞുങ്ങൾ, മുള്ളൻ, പിന്നെ വാള, അങ്ങനെ ഒരുപാട് മീനുകൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് നല്ല വൃത്തിയോടെയും നല്ല ഭംഗിയോടെയൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പലതരം പച്ചക്കറികൾ, ഫ്രൂട്ട്സിൻ്റെ കടകൾ, ഹോട്ടൽ, ചെറിയ ചെറിയ തട്ടുകടകൾ, പിന്നെ ഇവരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡിഷ് ഉണ്ട്, പൂത്തോ എന്നൊക്കെ പറയും, നമ്മുടെ കിണ്ണത്തപ്പം എന്നൊക്കെ പറയുന്ന പോലത്തെ ചെറിയ ചെറിയ കാണാൻ ഇഡ്ഡലി പോലെയൊക്കെ ഇരിക്കും, പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അങ്ങനെ വെക്കുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാ കടയിലും കച്ചവടക്കാരായിട്ടുള്ളത് സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന ഇവിടെ സ്ത്രീകളാണ്. അത് ചെറിയ പ്രായം കുറഞ്ഞ മുതൽ അങ്ങ് വയസ്സായ ആൾക്കാർ വരെ എല്ലാ സ്ത്രീകളാണ്. അവർ എത്തിപ്പെടാത്ത ഒരു മേഖലയില്ല ഫിലിപ്പീൻസിൽ. എന്തിൻ്റെ കച്ചവടം ആയിക്കോട്ടെ അതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീകളാണ്. ഈ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടോ, ഇവർ ട്രൈസൈക്കിൾ ഡ്രൈവേഴ്സാണ്. നമ്മളിതുപോലെ സാധനമൊക്കെ മേടിച്ച് കയ്യിൽ കുറേ കവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ വന്നിട്ട് ക്യാൻവാസ് ചെയ്യും, ട്രൈസൈക്കിളിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ നാട് പോലെ തന്നെ ഇവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ സാധനവും ഇവിടെയും കിട്ടും. നമ്മുടെ പോലെ മീൻകറി വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പോലെ സ്പൈസി കുക്ക് ചെയ്യാനൊന്നും ഇവർക്ക് അറിയില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ അതേപോലെ തന്നെ കളർ കോഴികൾ എല്ലാ സംഗതികളും നാട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ ഒരേപോലെ തന്നെ. ഈ കാണുന്ന ആൾക്കാരും ഇവരുടെ ജീവിതമൊക്കെ കാണണമെങ്കിൽ മാർക്കറ്റിലേക്ക് തന്നെ വരണം. ദഗുപ്പൻ ഫിഷ് മാർക്കറ്റും എൻ്റെ നാടും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടാണ് വെറുതെ. അപ്പോൾ ഓക്കെ, ബായ്. ഞാനൊരു മീൻ വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് ഒരു ശൂര 70 പേസോസ്. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ബായ്.